യെസ്, അപ്പോൾ ബേപ്പൂർ എന്തുകൊണ്ട് ഇത്ര നേരത്തെ വാർത്തകളിൽ നിറയുന്നു എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഇക്കുറി ഒരു ഹെവി ഫൈറ്റായി മാറുന്നുണ്ട്? അതിനുള്ള സാധ്യതകളും സൂചനകളും പൂർണ്ണമായും പറയണമെങ്കിൽ നമുക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റാറ്റസ് മുതൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഓരോ അനുനിമിഷ നീക്കങ്ങളും നമ്മൾ പരിശോധിക്കുകയാണ്. എന്താണ് 2021 സംഭവിച്ചത് എന്നതിന്റെ പൂർണ്ണമായ ചിത്രത്തിലേക്ക് നമുക്ക് വരാം. 2021 തെരഞ്ഞെടുപ്പ് നിശ്ചയമായും പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ വരവായിരുന്നു. കോവിഡിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. എല്ലാ അർത്ഥത്തിലും ജനം LDF-നൊപ്പം CPM-നൊപ്പം പിണറായി സർക്കാരിനൊപ്പം നിന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ സംഭവിച്ച എന്താണെന്ന് നോക്കൂ. ആകെ വോട്ട് അന്ന് പോൾ ചെയ്തത് 1,64,589 ആണ്. ആകെ പോൾ ചെയ്ത ഈ വോട്ടിൽ എത്ര ശതമാനം അന്ന് വിജയിച്ച, അന്ന് മത്സരിച്ച ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. യെസ്, വരുന്നു മുഹമ്മദ് റിയാസ്, LDF സ്ഥാനാർത്ഥി. ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത് 2021 ബേപ്പൂരിൽ നിന്ന് കന്നി അംഗമായിരുന്നു. ആ കന്നി അംഗത്തിൽ അദ്ദേഹം പിടിച്ച വോട്ട് 82,165 വോട്ടുകൾ എന്ന് വെച്ചാൽ ആകെ പോൾ ചെയ്തതിന്റെ 49.73%. യെസ്, ഇനി UDF സ്ഥാനാർത്ഥി ആരായിരുന്നു? എല്ലാവർക്കും അറിയാവുന്നതുപോലെ അഡ്വക്കേറ്റ് PM നിയാസ്, കോൺഗ്രസ് നേതാവ്. അദ്ദേഹമായിരുന്നു അവിടുത്തെ UDF സ്ഥാനാർത്ഥി. 53,418 വോട്ടുകൾ അദ്ദേഹം നേടുന്നു. 32.33% വോട്ട്. ഇനി ആരായിരുന്നു BJP കാൻഡിഡേറ്റ് എന്ന് നോക്കാം. അഡ്വക്കേറ്റ് പ്രകാശ് ബാബു 26,267 വോട്ടുകൾ അദ്ദേഹം നേടുന്നു. 15.90%. മൊത്തം ഭൂരിപക്ഷം PM മുഹമ്മദ് റിയാസിന് എത്ര കിട്ടി എന്നതാണ് അടുത്ത ചോദ്യം. 28,747 വോട്ടുകൾ എന്ന് വെച്ചാൽ ബേപ്പൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷം, ഒരു ഫിഗറും കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 28,747 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ കുറി ബേപ്പൂരിൽ നിന്ന് ജയിച്ചു കയറിയത്. സാജു, കഴിഞ്ഞ കുറി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം പിണറായി സർക്കാർ കോവിഡ് കഴിഞ്ഞ് മറ്റൊരു ഇലക്ഷൻ അവർ നേരിടുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു കോവിഡാനന്തരം ഇളകിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് വല്ലാത്തൊരു ഒരു അവസ്ഥാന്തരങ്ങളിലൂടെയൊക്കെ കടന്നുപോയ സാമൂഹിക സാഹചര്യം, അവിടെയാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും സംസ്ഥാനത്തുടനീളം LDF-ന് അനുകൂലമായ ഒരു കാറ്റ് വീശി. ബേപ്പൂരിൽ മറിച്ചൊന്നും സംഭവിച്ചില്ല. ബേപ്പൂരിൽ ആ കാറ്റ് സാധാരണഗതിയിൽ തന്നെ LDF-ന് അനുകൂലമായി വീശുന്ന കാറ്റാണ്. കാരണം 4 പതിറ്റാണ്ടായി LDF-ന്റെ കൈവശമുള്ള മണ്ഡലമാണ് ബേപ്പൂർ. കഴിഞ്ഞ സാമൂഹ്യ സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചത്, അത് നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലുള്ള ഒരു റെക്കോർഡ്, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് 28,747 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് PM മുഹമ്മദ് റിയാസിനെ ജയിപ്പിക്കുന്നിടത്തേക്ക് എത്തി. ഇത് ബേപ്പൂരിന്റെ ഒരു കരുത്ത് നമ്മൾ LDF-ന്റേത് കാണേണ്ടതുണ്ട്. അവിടുന്ന് എളമരം കരീം 2 തവണ നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. അതിനു മുമ്പ് TK ഹംസ 3 തവണ എത്തുന്നുണ്ട്. VKC മുഹമ്മദ് കോയ എത്തുന്നത് 2 തവണ എത്തുന്ന, അങ്ങനെ LDF-നെ സംബന്ധിച്ചിടത്തോളം ഒന്നും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു മണ്ഡലമാണ് കണക്കുകളിൽ ഇതുവരെയുള്ള. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ ക്രമാനുഗതമായ ഒരു വളർച്ചയുണ്ട് കേട്ടോ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ. ഇപ്പോൾ 28,747 2021 റിയാസിന് കിട്ടുമ്പോൾ 2016 VKCക്ക് കിട്ടുന്നത് 14,363 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇനി 2011 പോകുമ്പോൾ എളമരം കരീമിന് 5,316 വോട്ട് ഭൂരിപക്ഷം. അത് ആദമുൾസി നടത്തിയ വലിയ പോരാട്ടമുണ്ടായിരുന്നു. ബേപ്പൂർ മറിയും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ആ ഘട്ടത്തിൽ കോൺഗ്രസിന് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പിന്നോക്കം പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. LDF അവരുടെ പരമ്പരാഗതമായ ആ മണ്ഡലത്തിലെ ശക്തി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അത് ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം LDF-ന് ഇതുവരെയുള്ള പോരാട്ടങ്ങളിൽ തങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 1980 ശേഷം എപ്പോഴും LDF-നൊപ്പം നിന്ന മണ്ഡലം. അതിനു മുമ്പ് നോക്കിയാൽ തന്നെ 1977 NB മൊയ്തീന്റെ ഒരു വിജയം മാത്രമാണ് കോൺഗ്രസിന് ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും, ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞാലും ഒന്നും നോക്കാനില്ലാത്ത മണ്ഡലമായിരുന്നു. NP മൊയ്തീൻ ഒരു തവണ കൂടി വിജയിച്ചതായി കാണുന്നുണ്ട്. പക്ഷേ അത് LDF-ന്റെ പിന്തുണ. കോൺഗ്രസ് U എന്ന നിലയ്ക്കാണ് അന്ന് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വിജയം, 1980 വിജയം എന്നുള്ളത്. അത് LDF-ന്റെ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. അതായത് ഇത്രയും അടിത്തട്ടിൽ കരുത്തുണ്ട് LDF-ന് എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ശരി, അപ്പോ
2021 സ്റ്റാറ്റസ് അനുസരിച്ച് ഒരു തരത്തിലും CPM-നും LDF-നും അവിടെ ഭയപ്പെടാനില്ല. എന്ന് വെച്ചാൽ 2011 മുതൽ 2016 മുതൽ 2021 എത്തുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ക്രമാനുഗതമായ ഒരു വളർച്ചയുണ്ട്. പക്ഷെ എവിടെയോ ഇളകി തുടങ്ങുന്നുണ്ട്. ആ ഇളകി തുടങ്ങുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ്. അപ്പോൾ